ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഈ വിഷയത്തിൽ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കും എന്നുള്ള തീരുമാനത്തിൽ ഇവിടെ CPM ആണോ ശരി അതോ CPI ആണോ ശരി? ആര് വഴങ്ങേണ്ടി വരും? എന്തായാലും ഒരാളുടെ നിലപാടിനെ അംഗീകാരം കിട്ടുകയുള്ളൂവല്ലോ, മറ്റൊരാൾ അംഗീകരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ മറ്റു വഴികൾ തേടേണ്ടി വരും. അങ്ങനെ ഒരു സംഭവമേ ഇപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. CPI മുന്നണി വിട്ട് പുറത്തു വരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ആരുടെ ഭാഗമാണ് ഇപ്പോൾ ശരി? ആർക്കായിരിക്കും ഇവിടെ വിജയം? ഒരാൾക്ക് വിജയം കിട്ടിയേ തീരുവല്ലോ. കേരള രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തിലെ ഒരു വിവാദമായ ഒരു അധ്യായത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. പൊതുവിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റിയും ഏകോപന സമിതികളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പല നയങ്ങളും അവിടെ ചർച്ച ചെയ്തതിന് ശേഷമാണ് ക്യാബിനറ്റിൽ വരുന്നത്. അഥവാ ക്യാബിനറ്റിൽ വന്നാൽ പോലും ഏകോപന സമിതിക്കാരൊക്കെ അറിയും. അതുകൊണ്ട് സുതാര്യമായിട്ട് തന്നെയാണ് ഇതുവരെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യം ഉള്ളപ്പോൾ പോലും ഇന്നത്തെ ഈ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ ഒരു ധ്രുവീകരണം സാമ്പത്തിക നയങ്ങൾക്ക് പഴയതുപോലെ ഇടതുപക്ഷത്തിന് എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു വിഷയം, ഇപ്പോൾ ഞാൻ PM ശ്രീയിലെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ചോദ്യം അതല്ലാത്തത് കൊണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാത്ത അതല്ലെങ്കിൽ മുമ്പ് തള്ളിക്കളഞ്ഞ ഒരു നയം ആരും അറിയിക്കാതെ ഇത് പോയി ഒപ്പിട്ടു എന്നുള്ളതാണ്. യാദൃച്ഛ്യമാണെങ്കിൽ പോലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 30 എഡ്യൂക്കേഷന്റെ സെക്രട്ടറിയായ റാണി ജോർജ് അവരുടെ ഒരു ഉത്തരവ്, അതിന്റെ ഒരു കോപ്പി എന്റെ കൈവശമുണ്ട്, ഒരുപക്ഷെ മഞ്ജുഷന്റെ കയ്യിലും കാണും. അതിൽ വ്യക്തമായിട്ട് പറയുന്നത്, ഡൽഹിയിലേക്ക് കത്തെഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ തയ്യാറാണ്, ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഞങ്ങൾ നടപ്പിലാക്കും, അതിനുവേണ്ടി ഒരു ഉന്നത സമിതി ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞു, ആ ഉന്നത സമിതിയുടെ രൂപീകരണം കഴിഞ്ഞ് കൂടുതൽ ചർച്ചകൾ വരുമ്പോൾ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളാം. ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യ വർഷത്തെ വിഹിതമായ 37.5% ബഡ്ജറ്റ് ഇങ്ങ് തന്നാട്ടെ. ഇതാണ് ആ എഴുത്തിന്റെ സാരം. അപ്പൊ ഇത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിയ ഒരു കത്ത് ഇത്രയും കാലം, 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞിട്ടും അത് മറ്റാരും കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് CPI കണ്ടില്ല, മറ്റാരും കണ്ടില്ലയോ? അതാണ് ആദ്യത്തെ ചോദ്യം. CPIയുടെ അധ്യാപക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ഉള്ളത്, ശ്രീ OK ജയകൃഷ്ണൻ. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാം. ഇതിന്റെ തുടക്കം സമഗ്ര ശിക്ഷയുടെ ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ടാണ് PMCയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. സമഗ്ര ശിക്ഷയിൽ ഇത് ചർച്ചയായി വന്നപ്പോൾ അന്ന് ഞങ്ങൾ എതിർപ്പ് ഉന്നയിച്ചതാണ്. PMC വെച്ചുകൊണ്ട് സമഗ്ര ശിക്ഷയുടെ ഫണ്ട് വാങ്ങിച്ചെടുക്കരുത്, മറ്റ് രാഷ്ട്രീയ വഴികൾ തേടണം. സമഗ്ര ശിക്ഷയ്ക്ക് ലഭിക്കുവാനുള്ള ന്യായമായ തുക, ഏറ്റവും ന്യായമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട തുക, അത് തടഞ്ഞു വെച്ചതാണ് പ്രശ്നം. അത് തടഞ്ഞു വെച്ചത് PMC ഒപ്പിട്ടാൽ മാത്രമേ അത് തരൂ എന്ന് പറഞ്ഞപ്പോൾ, ഈ സാർ പറഞ്ഞ 1.5 വർഷം മുമ്പല്ല, അതിനു മുമ്പേ തന്നെ 2023 ഇത് തടഞ്ഞു വെക്കുന്നത്. അതിനുശേഷം റാണി ജോർജ് ഒരു അണ്ടർടേക്കിംഗ് നോട്ടീസാണ് കൊടുത്തത്. ആ അണ്ടർടേക്കിംഗ് അനുസരിച്ച് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കി ഇത് പരിശോധിച്ച് അറിയിക്കാം എന്നാണ് പറഞ്ഞത്. PMCയിൽ ഇപ്പോൾ തന്നെ വന്ന് ഒപ്പിടാം എന്നുള്ളതല്ല. അതിനെ തുടർന്നാണ് മന്ത്രിസഭയിലേക്ക് ഈ വിഷയം എത്തുന്നത്. അവിടെയാണ് 2 or 3 തവണ മന്ത്രിസഭ ചർച്ച ചെയ്തു മാറ്റിവെച്ച ഒരു വിഷയമാണിത്. അതാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഒരു മന്ത്രി നിന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പോലും കൊടുക്കാതെ തൊട്ടടുത്ത് പോയി അതിൽ ഒപ്പുവെക്കുന്നത്. അതിനെയാണ്, ആ രീതി ചോദ്യം ചെയ്യേണ്ടതല്ലേ? അങ്ങനെയുണ്ടോ നമ്മുടെ കേരളത്തിൽ? ഇങ്ങനെയാണോ ജനാധിപത്യത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ചർച്ച ചെയ്യാൻ പോലും മടിക്കുകയായിരുന്നുവല്ലോ അവിടെ? അതായത് ഘടകകക്ഷിയെ വിശ്വാസത്തിൽ എടുക്കാതെ, അല്ലെങ്കിൽ ഘടകകക്ഷിയിൽ നിന്ന് എതിർപ്പുണ്ടാവുമെന്ന് അറിയാം, അതുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുക പോലും ഉണ്ടായില്ല. മഞ്ജുഷേ, ജയകൃഷ്ണൻ പറഞ്ഞ ആ എഴുത്തിന്റെ കാര്യത്തിൽ അവസാന ഭാഗം ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ വിഹിതമായ 37% ഇങ്ങോട്ട് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി രാഷ്ട്രീയം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എഴുത്തിന്റെ ഉള്ളടക്കം വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം, താങ്കളുടെ കൈവശം എഴുത്തുണ്ട്. 37% ഗ്രാന്റ് ഇങ്ങോട്ട് തന്നാട്ടെ,
23, 24 അക്കാഡമിക് ഇയറിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പറയുന്നത് എന്താ? മാർച്ച് 30-ാം തീയതി. അപ്പോൾ 25, 24 നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത്ര മുമ്പേ വന്ന കാര്യം. ബാക്കി അടിയൊഴുക്കുകൾ എനിക്കറിയില്ല, ഞാൻ ചോദിക്കുന്നില്ല അതിനെക്കുറിച്ച്. പക്ഷേ സെക്രട്ടേറിയറ്റിന് ഇങ്ങനെ ഒരു കത്ത് പോകുമ്പോൾ അത് ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഇല്ലാതെ അങ്ങനെ ഒരു കത്ത് പോകുമോ? ആദ്യത്തെ സംശയമാണ്. എന്നിട്ട് ഇത്രയും കാലം അതിനെക്കുറിച്ച് ഒരു വിവാദമുണ്ടാകാതിരുന്ന എന്തുകൊണ്ട്? അതാണ് രണ്ടാമത്തെ ചോദ്യം. തീർച്ചയായിട്ടും ഇത് ക്യാബിനറ്റിൽ വയ്ക്കാതെ പോയി ചെന്ന് ഒപ്പിട്ടതിന് ഈ പറയുന്ന മാർച്ച് 30, 2024 എഴുത്തിലെ കമ്മിറ്റ്മെന്റ് ഒരു ഘടകമാണെങ്കിൽ പോലും ക്യാബിനറ്റിൽ വച്ച് തന്നെ പോകണമായിരുന്നു. അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഒരു മുന്നണി മര്യാദയ്ക്ക് അത് തീർച്ചയായിട്ടും ക്യാബിനറ്റ് അല്ലെങ്കിൽ ഏകോപന സമിതിയിൽ വെച്ച് അംഗീകാരം കിട്ടിയിട്ടേ മുന്നോട്ട് പോകാം. അത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഇത്തരം ഒരു ബ്യൂറോക്രാറ്റ് ഒപ്പിടുമ്പോൾ അത് കഴിഞ്ഞ മാർച്ച് 30, 2024 അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഡിഒ ലെറ്റർ ഡൽഹിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി അപ്പോഴായിരിക്കാം ഈ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ. പക്ഷെ എന്തായാലും ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആ എഴുത്തിൽ മോർ ദാൻ സഫീഷ്യന്റ് ആണ്. ഞങ്ങൾക്ക് 37% ഗ്രാന്റ് തരണമെന്നാണ് അവസാനത്തെ വാക്ക്. വേണമെങ്കിൽ അത് വായിച്ചു കേൾപ്പിക്കാം. ശരിയാണ്, അങ്ങനെ ഉണ്ടായിരുന്നതാണ്.